ഗുഡ് മോർണിംഗ് മുത്തോണീസ്. നേരെ അടുക്കളയിലേക്ക്. അവിടെ ആണല്ലോ നമ്മുടെ അങ്കത്തട്ട്. ഇന്നലെ ഞാൻ സവാള തൊലി കളഞ്ഞെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് കഴുകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ രാവിലെ എടുത്ത് ഇങ്ങനെ കുനുകുനാ അരിഞ്ഞെടുത്താൽ മതി, കണ്ണ് നീറൂലല്ലോ. എനിക്ക് സവാള അടുത്തൂടെ പോയാൽ മതി, കണ്ണിൽ നിന്ന് മടമടാന്ന് വെള്ളം ചാടും കേട്ടോ. അപ്പോൾ അതിനുള്ള ഏറ്റവും എളുപ്പവഴി ഇതാണ്. കഴുകി വൃത്തിയാക്കി രണ്ടായിട്ട് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ അതിൻ്റെ ഈ നീരൊക്കെ പറ്റും എന്നാണ് പറയുന്നത്. കറക്റ്റ് പ്രതിഭാസം എനിക്കറിയത്തില്ല, നിങ്ങൾ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും മുത്തോണീസ്. എന്തായാലും കണ്ണ് നീറൂല. അത്ര കാപ്പിക്ക് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നെയ്യിൽ സേമിയ ഒന്ന് വറുത്തെടുത്തു. പിന്നെ ഞാൻ കടുക് വറുത്ത് സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടെ ഒന്ന് വരട്ടിയെടുത്തു. ക്യാരറ്റ് ഞാൻ തപ്പിയിട്ട് ഫ്രിഡ്ജിൽ കിട്ടിയില്ല. ഈ ഇടയ്ക്ക് നമ്മൾ മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കാൻ ക്യാരറ്റും കിഴങ്ങൊക്കെ എടുക്കും. അപ്പോൾ പിന്നെ ഇതുപോലുള്ള ആവശ്യങ്ങൾ വരുമ്പം സംഭവങ്ങളൊന്നും കാണില്ല. പിന്നെ ഇതേ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ സേമിയ ഉപ്പുമാവ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ പൊന്നൂസിനെ മോനുടനെയും വേഗം വെളിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി എടുത്തു. പൊന്നൂസിനാണെങ്കിൽ ഭയങ്കര സന്തോഷം, കണ്ണ് തന്നെ എഴുതിയെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയം പോയി മിറ്റമൊക്കെ തൂത്തു. അണ്ണനിപ്പോൾ വയ്യാത്തത് കൊണ്ട് പൊന്നൂസിനെ മോനോട്ടനെ ഓട്ടോയിലാണ് വിടുന്നത്. ഭയങ്കര സന്തോഷമാണ് വേറെ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അവരുടെ കൂടെയൊക്കെ സംസാരിച്ച് പോകാനായിട്ട്.